ഹലോ ഗൈസ്, അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഹംപിക്ക് ട്രിപ്പ് പോയി. അത് 2 മാസം മുമ്പ് നവംബറിൽ ഞാൻ മേഘാലയ ട്രിപ്പ് പോയി. സോ നമുക്ക് യാത്രകൾ ഓരോ പാഠമാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പഠിക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ട്രിപ്പിൽ പോയി മേഘാലയയിൽ പോയപ്പോൾ ഞാൻ പഠിച്ച കാര്യം എന്താ പറയുക, നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ 2 ജീൻസ് മാക്സിമം 2 ജീൻസും 4 ടീഷർട്ടോ ഷർട്ടോ കൊണ്ട് പോകേണ്ട കാര്യമുള്ളൂ. ഞാൻ അന്നിവിടുന്ന് പോയത് ഓരോ പാൻറ്റ്, ആ പാൻറ്റിന് ചേർന്ന ഉടുപ്പ്, അത്ര ദിവസത്തത്. നമ്മുടെ ലഗേജ് കൂടുന്തോറും നമ്മുടെ യാത്രയുടെ മുതുകുവേദനയും കൂടും നമ്മുടെ. സോ നമ്മൾ യാത്ര പോകുമ്പോൾ വളരെ കുറച്ച് വസ്ത്രങ്ങൾ കൊണ്ടുപോകുക. ഞാനിത് പെൺപിള്ളേരോട് പറഞ്ഞു, ആൺപിള്ളേർക്ക് വിഷയമില്ല. പിന്നെ ചുമക്കാൻ ആളുള്ളവർക്ക് കൊണ്ടുപോകാം, പക്ഷെ എന്നാലും അവർ മനുഷ്യരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ. പിന്നെ എൻ്റെ കൂടെ അന്ന് ട്രിപ്പ് വന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കമൻറ്റ് ഇടണ്ട. നിങ്ങൾ പറയാൻ പോകുന്നതൊക്കെ എനിക്കറിയാം, അതൊന്നും നിങ്ങളിടണ്ട. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ സ്കൂളിലെ പിള്ളേരൊക്കെ TV കണക്ട് ചെയ്താണ് അത്ര കാണുന്നത്. സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പിള്ളേരെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അപ്പം ഞാനിനി എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് പറയണം. ഇത് ചെയ്യാനാ നോക്കണേ. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ യാത്രയെപ്പറ്റി. അങ്ങനെ അന്ന് പോയി ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാണെങ്കിൽ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. എനിക്കതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സോളോ ട്രിപ്സ് ബിക്കോസ് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. ആരെങ്കിലും ആൺപിള്ളേർക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, പെൺപിള്ളേർക്ക് ഉണ്ടാവും. കാരണം ആരെങ്കിലും നമ്മൾ നോക്കുന്നോ, തോണ്ടുന്നോ, പിടിക്കുന്നോ, എന്താ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ സോളോ ട്രിപ്സ് എനിക്കിഷ്ടമല്ല. എൻ്റെ കൂടെ ആരെങ്കിലും ട്രിപ്പ് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസം, ഞാൻ വൈബ് ചെയ്യുകയും ചെയ്യും. പിന്നെ ട്രിപ്പ് പോകുമ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെ അനിയത്തിയുടെ കൂടെ പോകാൻ പറ്റില്ല, കാരണം അവളെ ഞാൻ നോക്കേണ്ടി വരും. അന്നേരം ഞാൻ കോൺഷ്യസ് ആവും. എന്നെ നോക്കണം എൻ്റെ കൂടെ വരുന്ന ആൾ. ഓക്കെ, ഞാൻ ഒരു ശ്രദ്ധയില്ലാണ്ട് ചാടി നടക്കും, അപ്പം എന്നെ അയാൾ നോക്കണം. അങ്ങനെ എനിക്ക് ഉറപ്പുള്ളവരുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. അപ്പം ട്രിപ്പിൽ നിന്ന് പഠിച്ച കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ട്രിപ്പ് പോയ സമയത്താണ് ഞാൻ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാറില്ല. എനിക്കറിയാത്ത മനുഷ്യരോട് അങ്ങോട്ട് പോയി സംസാരിക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു ആംബിവേർട്ടാണ്. എനിക്ക് അറിയാത്തവരോട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ മേഘാലയ ട്രിപ്പ് പോയ ശേഷമാണ് ഞാൻ സ്ട്രേഞ്ചേഴ്സിനോടുകൂടി, അതൊരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പായിരുന്നു. സോ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുക. അപ്പം നമുക്ക് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അതുപോലെ ഇത്തവണ ട്രിപ്പിന് ഞാൻ കണ്ട എല്ലാവരോടും സംസാരിച്ചു. കടയിൽ നിൽക്കുന്ന അമ്മമാരോടും കുഞ്ഞു പിള്ളേരോടും വഴി കാണുന്നവരോടും ഒക്കെ സംസാരിച്ചാൽ പോയത്. അങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് കോടതിയിൽ ചുറ്റിക്കലില്ലെന്നും വക്കീലാവൻ അത് മുഴുവനും പഠിക്കേണ്ട, സിലബസ് അനുസരിച്ച് പഠിച്ചാൽ മതിയെന്നൊക്കെ ഞാൻ അറിയുന്നത്. അതുപോലെ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറേ മനുഷ്യരോട് സംസാരിക്കുന്ന സമയത്ത് ഓരോ മനുഷ്യരും വ്യത്യസ്തരല്ലേ, ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ക്യാരക്ടർ, അവരുടെ ജീവിതം, അവർ സംസാരം എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ ഓൾ ആർ യുണീക്ക്, റൈറ്റ്? സോ ഓരോ യാത്രകൾ ചെയ്യുക, എല്ലാവരും, ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും, കല്യാണം കഴിച്ചവരായാലും കല്യാണം കഴിക്കാത്തവരായാലും, അച്ഛനായാലും അമ്മയായാലും ആരായാലും എല്ലാവരും യാത്ര ചെയ്യുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ മനുഷ്യരോട് സംസാരിക്കും. നമ്മൾ കൂടുതൽ മനുഷ്യരായിട്ട് ഇടപെടുകയും നമ്മൾ അവരുടെ ജീവിതം നമുക്കൊരു പാഠമായിട്ട് മാറും. അവർ പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം, ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. അപ്പം എല്ലാവരും യാത്ര ചെയ്യുക. കല്യാണം കഴിച്ചവർ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ പോകാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്നേഴ്സിനൂടെ പോവാം. ഇല്ലെങ്കിൽ സോളോ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് സോളോ ട്രിപ്പ് പോവാം. എങ്ങനെയായാലും ആരായാലും ട്രിപ്പ് പോവുക, യാത്രകൾ ചെയ്യുക. അതിനിപ്പം ഒരുപാട് ദൂരെ പോകണം എന്നൊന്നുമില്ല. അങ്ങനെ പോകണം കേട്ടോ, ചുമ്മാ അപ്പുറത്ത് മാത്രം പോകരുത്. യാത്ര ചെയ്യാൻ അയ്യോ കാശില്ലല്ലോ, അതില്ലല്ലോ, ഇതില്ലല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കരുത്. കാശൊക്കെ ഇങ്ങ് വരുമെന്നേ. അല്ലെങ്കിൽ കടം മേടിച്ച് യാത്ര പോകണം, തിരിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പറയുമ്പോഴെല്ലാം കടം മേടിച്ചുകൊണ്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയിരിക്കരുത്. ഞാൻ മേഘാലയ ട്രിപ്പ് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ
കാശുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കാശ് കറക്റ്റ് ചെയ്ത് ഞാൻ പോയി. പിന്നെ കടം കൊടുത്ത് തീർക്കണം ആസ് യൂഷ്വൽ. അതുപോലെ ഇത്തവണ ഹംപി ട്രിപ്പ് പോകാൻ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്നത് 300 രൂപയാണ്, വെറും 300 രൂപ. ഞാൻ പിന്നെ ഉമ്മയെ വിളിച്ച് കാശ് ചോദിച്ചു. ഉമ്മ കുറച്ച് കാശ് തന്നു. അത് ഞാൻ വാപ്പ വിളിച്ച് കാശ് ചോദിച്ചു. വാപ്പ ചോറിന് ട്രിപ്പ് പോകാൻ കാശ് തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്കല്ല, എന്നോട് അങ്ങനെ പറഞ്ഞില്ല. മോട്ടി എൻ്റെ അനിയന് ട്രിപ്പ് പോകാൻ അവൻ കാശ് ചോദിച്ചായിരുന്നെന്ന്. അപ്പോൾ അവന് കൊടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, അപ്പോൾ എനിക്കും അങ്ങനെ തരത്തില്ലെന്നായിരിക്കും ഉദ്ദേശിച്ചതെന്ന്. എന്തായാലും എനിക്ക് ഉമ്മിച്ച തന്ന കാശ്, പിന്നെ ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കറക്റ്റ് ചെയ്ത കാശുമായിട്ട് ഞാൻ ട്രിപ്പ് പോയി. പിന്നെ ഇതൊക്കെ തിരിച്ചു കൊടുക്കും, ഓഫ് കോഴ്സ് തിരിച്ചു കൊടുക്കണമല്ലോ. അവൻ്റെ എല്ലാവരുടെയും കാശൊക്കെ തിരിച്ചു കൊടുക്കും. സോ യാത്രകൾ ചെയ്യുക, ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിക്കുക. നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നേ, ഒത്തിരി പഠിക്കാനുണ്ട്. ചിലപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മൾക്ക് ചില കാര്യങ്ങൾ ഇതുപോലെ അവരെ പോലെ ആകണം, അല്ലെങ്കിൽ അവരെ പോലെ ആകരുത് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. സോ എല്ലാവരും യാത്രകൾ ചെയ്യുക, ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക, അല്ലെങ്കിൽ വലിയ വലിയ യാത്രകൾ ചെയ്യുക. യാത്രകൾ ചെയ്യുക, മനുഷ്യരോട് സംസാരിക്കുക. ഞാൻ പിന്നെ സംസാരിക്കാൻ പോയി വള്ളി പിടിക്കാൻ നിൽക്കരുത്. അറിയാൻ മനുഷ്യരോടൊക്കെ പോയി സംസാരിച്ച് വള്ളിയാവരുത്. നമ്മൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. ആണായാലും പെണ്ണായാലും കെയർഫുള്ളായിരിക്കണം. അങ്ങനെ അല്ലാത്തവരായാലും LGBTQ++ ആരായാലും മനുഷ്യന്മാരായി കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യുക, മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുക. സംസാരിക്കുന്ന സമയത്ത് വള്ളി പിടിക്കാതിരിക്കുക, എൻജോയ് ചെയ്യുക, പഠിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വിട്ടേക്കുക. എന്തായാലും യാത്രകൾ ചെയ്യുക, യാത്രകൾ ചെയ്യുക, യാത്രകൾ ചെയ്യുക. അത്രയേ ഉള്ളൂ.